ഹോം ഫുഡ് യൂട്യൂബ് ചാനലിൻ്റെ അടുത്തൊരു ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. അപ്പോൾ ഈ ഓണം സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്കപ്പായസമാണ്. ഈ ചക്കപ്പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മുടെ ഈ പായസം ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തൊരു പാത്രം വെക്കാം. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ചക്ക ഇവിടെ അരച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചക്കയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ചക്കയുടെ വെള്ളമയം ഒന്ന് പോകുന്നവരെ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചക്കയുടെ വെള്ളം കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവ് ഞാൻ പറയുന്നില്ല. അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ചക്കയും ശർക്കര പാനിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ അവരവരുടെ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കും. അങ്ങനെ നമ്മൾ രണ്ടാം പാൽ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൗവരിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഈ പായസത്തിലേക്ക് അല്പം നെയ്യും നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കും. നമ്മുടെ നെയ്യൊക്കെ ഇവിടെ ചക്കയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുക്കുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഏലക്ക പൊടിയും കൂടെയാണ്. ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താണ്. അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇളക്കി
യോജിപ്പിക്കാം. ഇതിൻ്റെ അളവ് ആദ്യം പറഞ്ഞു തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അവരവരുടെ ഫ്ലേവറിനും രുചിക്കും അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാം പാലൊക്കെ ചേർത്ത് നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് പായസത്തിൻ്റെ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റൗവിൽ മറ്റൊരു പാത്രം വെക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഡയറക്റ്റ് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് പായസത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ആവശ്യാനുസരണം ബൗളിലാക്കി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ചക്കപ്പായസം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു.